ഞാൻ പ്രിവിലേജ് ആണെന്ന് പറയാനുള്ള കാര്യം ഇതാണ്. എന്റെ പ്രിവിലേജ് എന്റെ ഫാമിലിയാണ്. നീ പഠിച്ചോ, നിന്റെ ഇഷ്ടത്തിന് പുറകെ നീ പൊക്കോ, നീ ഒപ്പം ഒന്നും ഉണ്ടായിക്കൊണ്ട് വരണ്ട. അപ്പൊ അത് എനിക്ക് കിട്ടിയ വലിയൊരു പ്രിവിലേജ് ആണ്. അതില്ലാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അമ്മമായിരുന്നാൽ പോലും എന്റെ ചേട്ടന്മാര്, ചേച്ചിമാര്, കസിൻ പറയാനാണെങ്കിൽ ഒരുപാട് പേരുടെ പേര് പറയേണ്ടി വരും. ഞാനിപ്പോ ഓരോ തോൽവി കഴിഞ്ഞ് വരുമ്പോഴും കുഴപ്പമില്ലടാ എന്ന് പറയുന്നപ്പുറം നമുക്കൊരു ആശ്വാസമാണ്. ഇവരൊക്കെ ഉണ്ടല്ലോ നമുക്ക്, നമ്മുടെ പുറകിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനെന്നുള്ളത്. അപ്പൊ ഈ റിവിഷൻ വർക്ക് എങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? നമുക്ക് മാർക്ക് കിട്ടുന്ന ഏരിയാസ് വീണ്ടും റാപ്പിഡായിട്ട് റിവിഷൻ ചെയ്യാം. പൊളിറ്റിയിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, അവിടെ നിന്ന് ചോദ്യം വരാം. അവിടെ നിന്ന് ഒരു ചോദ്യം വന്നാൽ കയ്യിൽ നിന്ന് പോരും. ഇപ്പൊ വേറെ എവിടെയെങ്കിലും ആഫ്രിക്കയിലേക്കുള്ള ഒരു സാധനം ചോദിക്കുമ്പോൾ നമുക്കത് കിട്ടിയില്ല, അതൊരു പുതിയ അറിവാണ്, കുഴപ്പമില്ല, അത് എടുത്തു വെക്കാം. എല്ലാവർക്കും കിട്ടുന്ന ചോദ്യം, കിട്ടുന്ന ഏരിയാസ് എപ്പോഴും നമ്മളതൊന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ അനലൈസ് ചെയ്യാം. PVQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് എത്ര എഫേർട്ട് ഇട്ടാൽ നമുക്ക് എത്ര കിട്ടും എന്നുള്ള സാധനം മനസ്സിലാക്കാം. പിന്നെ നമ്മുടെ സീനിയേഴ്സ് പറയുന്ന കേൾക്കാം. ഇപ്പൊ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നാൽ പോലും ഒരുപാട് വീഡിയോസ് ഇറക്കാറുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഹിറ്റ് ടോപ്പിക്സ് ഇതൊക്കെയാണ്, നിങ്ങൾ ഇതൊക്കെ കവർ ചെയ്യുക. ഈ ഇൻപുട്സ് നമ്മൾ എടുക്കുക. മാർക്ക് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട നിങ്ങൾക്ക് അവിടെ എവിടെയോ നിങ്ങൾ മറന്നുപോയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടോ നിങ്ങൾ പഠിക്കാഞ്ഞിട്ടോ അല്ല, നിങ്ങളത് മറന്നുപോയതാവാം. അപ്പൊ തിരിച്ച് ആ ഏരിയ ഐഡന്റിഫൈ ചെയ്യാൻ പോവുക, അതിൽ വർക്ക് ചെയ്യുക. അപ്പം എനിക്ക് ഇവരുടെ അടുത്തൊക്കെ പറയാനുള്ളത്, നിങ്ങൾ തോക്കും, നിങ്ങൾ വീണ്ടും തോക്കും, തോറ്റാലും അപ്പുറത്ത് ചെയ്യാനുണ്ട്. നമസ്കാരം, സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിന്റെ ഒരു സക്സസ് സ്റ്റോറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ അഭിനവ് SS സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയിൽ 172ാമത്തെ റാങ്ക് നേടി വിജയശ്രീ ലാളിതനായിട്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യം തന്നെ ഒരു കൺഗ്രാറ്റ്സ് പറയുകയാണ്. കാരണം ഒരുപാട് പേര് സ്വപ്നം കാണുന്ന ഒരു പോസ്റ്റാണ്. പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെ നമ്മുടെ കേരളത്തിന്റെ ഭരണശിലാ കേന്ദ്രത്തിലൊക്കെ പോയി ജോലി ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരു പോസ്റ്റിലേക്ക് എത്തി. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് ഹാപ്പി ഉണ്ട്. നമുക്ക് ജസ്റ്റ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് പേര് ഇത് കാണുന്നുണ്ടാവും. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു ജേണി, എന്താണ്, അതല്ലെങ്കിൽ കുറേ ഫെയിൽസ് ഉണ്ടായി കാണും, അതിൽ നിന്നായിരിക്കും ഉറപ്പായിട്ടും ഒരു സക്സസ്സിലേക്ക് എത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം. ആദ്യം എന്താണ് ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ എവിടെയാണ് വീട്, എങ്ങനെയാണ് ഈ ഒരു PSCയിലേക്ക് എത്തിയത്, മുൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് പറയാമോ? സാർ, എൻ്റെ പേര് അഭിനവ് എന്നാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കള്ളിക്കാട് എന്ന് പറയും, നെയ്യാർ ഡാമിനടുത്തു നിന്നാണ് വരുന്നത്. ഞാൻ പഠിച്ചത് BTech ഓണേഴ്സ് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇവിടെ ശ്രീ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ അതിനുശേഷം ഞാൻ BTech പാസ്സായതിനു ശേഷം ഞാൻ UPSC പ്രിപ്പയർ ചെയ്യാനായിട്ട് ട്രിവാൻഡ്രത്തേക്ക് മാറി. വീട് ട്രിവാൻഡ്രത്താണ്, ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്ത്, അതായത് സെൻട്രലിലോട്ട് മാറി. അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് UPSC അറ്റംപ്റ്റ് കൊടുക്കുന്നുണ്ട്. 2022 പ്രിപ്പറേഷൻ തുടങ്ങി 2023 കൊടുക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ എൻ്റെ പ്രിലിംസ് ക്വാളിഫൈ ആവുന്നുണ്ട്. അത് കഴിഞ്ഞ് മെയിൻസ് എഴുതുന്നുണ്ട് UPSCയുടെ. പക്ഷെ എനിക്ക് അവിടെ കിട്ടുന്ന സാറ് പറഞ്ഞാൽ ഒരുപാട് ഫെയിലിയേഴ്സിൽ എൻ്റെ ആദ്യത്തെ ഫെയിലിയർ. നമ്മൾ BTech വരെയൊക്കെ പാസ്സായി വന്നിട്ട് നമുക്ക് ആദ്യം ഒരു ഫെയിലിയർ ഫേസ് ചെയ്യുന്ന അവിടെയാണ്. അപ്പോൾ ഭയങ്കര ക്ലോസ് മാർജിനിലൊക്കെ ഫെയിലാകുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നും. പിന്നെ അതിനുശേഷം ഞാൻ നെക്സ്റ്റ് ഇയറിൽ ഒരു AFCAT, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ AFCAT എന്നൊരു എക്സാം ഉണ്ട്. അപ്പോൾ ഞാൻ AFCAT എക്സാം എഴുതുന്നുണ്ട്. ആ എക്സാം പാസ്സായി. ഞാൻ അതിൻ്റെ AFSB എന്ന ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ അത് ക്വാളിഫൈ ആയിട്ട്, SSB എന്ന് പറയും, അത് ക്വാളിഫൈ ആയിട്ട് എനിക്ക് ഫ്ലൈയിങ് ഓഫീസറായിട്ട് എയർഫോഴ്സിൽ ജോലി റെക്കമെൻഡേഷൻ ആവുന്നു. പക്ഷേ അതിലും അവസാനം വന്നിട്ട് ഞാൻ മെഡിക്കലി ഒരു ചെറിയ പ്രശ്നം കൊണ്ട് മെഡിക്കലി അഡ്മിറ്റ് ആവുന്നു. അപ്പോൾ ഞാൻ ഇതൊക്കെ പാസ്സായി ക്വാളിഫൈ ആയതിനൊക്കെ പകരം തോറ്റിട്ടുണ്ട്. അതായത് റിസൾട്ടിലേക്ക് എത്തിക്കാൻ പറ്റി. അതെ, എന്ന് പറയുമ്പം ഒന്നുമില്ലെങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ പോയിട്ട് തോറ്റ് തിരിച്ചു വന്നുകൊണ്ടിരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പരീക്ഷ വരുന്നത്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നൊരു പരീക്ഷ വരുന്നത്. അപ്പോൾ ഒരു ജോബ് സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടും, പിന്നെ സാറിപ്പോൾ പറഞ്ഞ പോലെ നല്ലൊരു ജോലിയാണ്, നമ്മൾ കരിയർ പ്രോസ്പെക്ടസ് നോക്കുമ്പോൾ നല്ല ജോലിയാണ് എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാനിങ്ങനെ പഠിക്കാനുള്ളൊരു തീരുമാനം എടുക്കുന്നു. അപ്പം അതിനുശേഷം ഈ തോൽവിക്ക് ശേഷം എപ്പോഴും ഒരു ജയം ഉണ്ടെന്ന് വിശ്വസിക്കുക നമ്മുടെ ജീവിതത്തിൽ. അത് ഈ PSC, UPSC ഇതുപോലെ എല്ലാ പരീക്ഷയ്ക്കും പഠിക്കുന്ന ഒരു കൂട്ടം കുട്ടികളുണ്ട്. അപ്പം എനിക്ക് ഇവരുടെ അടുത്തൊക്കെ പറയാനുള്ളത്, നിങ്ങൾ തോക്കും, നിങ്ങൾ വീണ്ടും തോക്കും, തോറ്റാലും അപ്പുറത്ത് ജയമുണ്ട്. തീർച്ചയായും വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഒരു പ്രോസസ്സാണ് ഇപ്പോൾ പറഞ്ഞത്. കാരണം ഒരു അനുഭവത്തിൽ നിന്ന് മാത്രം നമുക്ക് ചില കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. അനുഭവത്തിൽ നിന്നുള്ള റിയൽ വേർഡിങ്സ് ആണ് തോൽക്കുക, തോറ്റതിന് ശേഷം വീണ്ടും ഉയർത്തെഴുന്നേൽക്കാവുന്ന ഒരു സംഭവം. ശരി, ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം. അതിന് മുമ്പ് എനിക്കൊരു കാര്യം ക്ലിയർ ചെയ്യാനുള്ളത്, ആദ്യം നമ്മൾ UPSC പ്രിപ്പറേഷൻ ആണ് സ്റ്റാർട്ട് ചെയ്തത്, അല്ലേ? അതിൽ നിന്നാണ് PSCയിലേക്ക് എത്തുന്നത്. 2023 UPSC പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഇപ്പൊ 26 റിസൾട്ട് എത്തിയത്. അതായത് ഒരു 3 വർഷം എടുത്തു ഈ ജേണിയിൽ. അപ്പൊ ഇതിൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു സംഭവം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം 1-2 തോൽവി കഴിയുമ്പോൾ തന്നെ മടുത്തു, നിർത്തിയിട്ട് പോകാം എന്ന് വിചാരിക്കുന്ന ഒരു ജനറേഷനാണ് ഇന്നത്തെ ഒരു കാലഘട്ടം. പ്രത്യേകിച്ച് ഒരു ജെൻസി കാലഘട്ടത്തിലാണ് ജനിച്ചിട്ടുള്ളത്. അപ്പം ഇതെങ്ങനെയാണ് ഈ 3 വർഷം, അതായത് ഒരു റിസൾട്ടിലേക്ക് എത്തുന്നത് വരെ ഈ പ്രോസസ്സിനെ കണ്ടിന്യൂ ചെയ്തത്? അത് എന്ത് മോട്ടിവേഷനാണ് അതിലേക്ക് കിട്ടിയത്? സാർ, ഒന്നാമത്തെ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ തോറ്റാലും നമ്മൾ ജയിക്കും എന്നുള്ളൊരു വിശ്വാസം അതെപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യും, നമ്മളിൽ ആദ്യം വിശ്വസിക്കുക. അപ്പം ഞാനിപ്പം തോറ്റ് ഇപ്പം എൻ്റെ മെയിൻസിന് കിട്ടാതെ വന്നപ്പോഴും എൻ്റെ അടുത്ത് പറയുമ്പോൾ, എടാ നീ ഇതുവരെ വന്നതല്ലേ, അടുത്തതിൽ വരും.
അത് കഴിഞ്ഞ് എയർഫോഴ്സ് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഓക്കെ അവന് ജോലിയായി, നീ കയറി കഴിഞ്ഞു, നീ രക്ഷപ്പെട്ടു, ഗ്രൂപ്പ് എ സർവീസ് തന്നെയാണ്, രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും തോൽവി വന്നു. അപ്പം നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നിട്ട് എൻ്റെ ഹെൽപ്പ് ചെയ്ത ഒരുപാട് മെൻറ്റേഴ്സ് ഉണ്ട്. അപ്പം ഞാൻ പേരെടുത്ത് പറയുകയാണെങ്കിൽ അച്യുത് എന്ന് പറഞ്ഞ സാറുണ്ട് ഫോർച്യൂണിൽ തന്നെ. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഗ്യാങ്, എൻ്റെ റൂംമേറ്റ്സ് ഉണ്ട്, എൻ്റെ കൂടെ പഠിച്ചവരുണ്ട്. അപ്പം ഒരാളിപ്പം ഇന്ത്യൻ റവന്യൂ സർവീസ് കിട്ടിപ്പോയി. അപ്പം പുള്ളിയും എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞത് എടാ വിടരുത്, നോക്കണം, കണ്ടിന്യൂ ചെയ്യണം. അപ്പം ഇവർ തന്നൊരു വിശ്വാസമുണ്ട്. അപ്പം അതൊരു വലിയ കാര്യമാണ്. പിന്നെ അതിനുശേഷം ഞാനിപ്പോൾ വന്നതിന് ശേഷം ഞാനിപ്പോൾ ഫോർച്യൂൺ IAS അക്കാഡമിയിൽ ഞാൻ മെൻറ്ററാണ്. അപ്പോൾ ഞാനും ഒരുപാട് ആസ്പിരൻസിനെ കണ്ടുപോയി. അപ്പോൾ ഓരോരുത്തരുടെ സ്ട്രഗിൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ അതൊരു വലിയൊരു ഐ ഓപ്പണിംഗ് ഫാക്ടറാണ്. നമ്മുടെ ചുറ്റുമുള്ളവർ ഇത്രയും ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് അത്യാവശ്യം ഒരു പ്രിവിലേജ്ഡ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നുള്ളത് എനിക്ക് ചെയ്യാൻ പറ്റി. ഒന്നൊരു ഡെഡിക്കേറ്റഡ് ആയിട്ട് 2 കൊല്ലം ചെയ്യാൻ പറ്റി. ഇതൊന്നും പറ്റാതെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടു. അപ്പോൾ ഇവരൊക്കെ തന്നെയാണ് എൻ്റെ മോട്ടിവേഷൻ. ഞാൻ കണ്ട ആൾക്കാരാണ് ഞാൻ കണ്ട ആസ്പിരന്റ് കമ്മ്യൂണിറ്റിയാണ് എൻ്റെ മോട്ടിവേഷൻ. അപ്പം ഇത്ര ഒരു കമ്മ്യൂണിറ്റി ഇവിടെ റീച്ച് ചെയ്യുമ്പോൾ നമ്മളും തളരാതെ മുന്നോട്ട് പോവുക എന്നുള്ളത്. ഓക്കെ, അവിടെ ഒരു ക്ലാരിറ്റി കൂടെ ചോദിച്ചോട്ടെ. അതായത് ഇപ്പോൾ പറഞ്ഞു നമ്മൾ UPSC ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നു. ഈ UPSC ബാക്ക്ഗ്രൗണ്ട് ആക്ച്വലി PSC എക്സാം ക്രാക്ക് ചെയ്യുന്നതിൽ ഏതെങ്കിലും തരത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഇനി അതല്ല എങ്കിൽ UPSC ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്തയുണ്ടോ? സർ, ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം UPSC ബാക്ക്ഗ്രൗണ്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി. ഞാൻ വേറെ ഒരു പരീക്ഷയ്ക്കും പ്രിപ്പയർ ചെയ്യാത്ത ഒരാളാണ്. UPSC പഠിച്ചു, പിന്നെ അത് കഴിഞ്ഞ് പുറകെ വരുന്ന ഡിഗ്രി ലെവൽ കഴിഞ്ഞ എല്ലാ ഡിഗ്രി ലെവൽ പ്രിലിംസ് ഞാൻ പാസ്സായിട്ട്, പക്ഷെ മെയിൻസിൽ പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടാറില്ല. അപ്പോൾ പ്രിലിംസ് കടക്കാൻ എന്തായിരുന്നാലും UPSC മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് നല്ല മാർജിനിലാണ് കടന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഈ മെയിൻസിന്റെ സമയത്തേക്ക് വന്നപ്പോൾ ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു സെക്രട്ടറി ടെസ്റ്റിന്റെ മെയിൻസിന്റെ സമയത്തേക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, മെയിൻസ് നമ്മൾ പഠിക്കാതെ നമ്മൾ എഴുതിയാൽ നമ്മൾ ചിലപ്പോൾ ഒരു അതിന്റെ ആ ടിപ്പ് വരെയൊക്കെ ഇതിൽ താഴെ വരും. അതിൽ കാര്യമില്ല. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് എന്താണ് അത് ആദ്യം മനസ്സിലാക്കുക. അപ്പം നമ്മുടെ റാഷണൽ ഉപയോഗിച്ചിട്ട് ഓക്കെ നമുക്ക് എത്ര എഫേർട്ട് ഇട്ടാൽ നമുക്ക് എത്ര കിട്ടും എന്നുള്ള സാധനം മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ സീനിയേഴ്സ് പറയുന്നത് കേൾക്കുക. ഇപ്പം സാർ ഇപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നാൽ പോലും ഒരുപാട് വീഡിയോസ് ഇറക്കാറുണ്ട്. ഇപ്പം ലാസ്റ്റ് ഹിറ്റ് ടോപ്പിക്സ് ഇതൊക്കെയാണ്, നിങ്ങൾ ഇതൊക്കെ കവർ ചെയ്യുക. അപ്പോൾ ഈ ഇൻപുട്സ് നമ്മൾ എടുത്തിട്ട് ടെസ്റ്റ് സീരീസുകൾ ഫോളോ ചെയ്യുക. നമുക്ക് അവിടെയും മാർക്ക് കുറയും. നമുക്ക് ഇപ്പം ടെസ്റ്റ് സീരീസിൽ മാർക്ക് പറയുമ്പോൾ പലരും ഡീമോട്ടിവേറ്റഡ് ആയിപ്പോകും. അയ്യോ എനിക്ക് മാർക്കില്ലല്ലോ. ഞാൻ പറയുന്നത് നേരെ തിരിച്ചാണ്. ഞാനിപ്പോൾ എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്തും പറയുന്നത് നേരെ തിരിച്ചാണ്. മാർക്ക് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് അവിടെ എവിടെയോ നിങ്ങൾ മറന്നുപോയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടോ നിങ്ങൾ പഠിക്കാഞ്ഞിട്ടോ അല്ല, നിങ്ങളത് മറന്നുപോയതാവാം. അപ്പോൾ തിരിച്ച് ആ ഏരിയ ഐഡന്റിഫൈ ചെയ്യുക, പോവുക, അതിൽ വർക്ക് ചെയ്യുക. അപ്പം PSCയിലോട്ട് എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്പെഷ്യൽ ടോപ്പിക്സ് മനസ്സിലാക്കുക. ഈ PSCയുടെ ഡിമാൻഡ് ഉണ്ട് കുറച്ച് ഏരിയാസ്. ഇപ്പം മലയാളം ഇംഗ്ലീഷ് ഒന്നും ഒരു UPSC ആസ്പിരന്റ് പഠിക്കാൻ സാധ്യതയില്ല. അപ്പൊ നമ്മൾ നേരെ ആ ഏരിയാസ്, നമുക്ക് കിട്ടാത്ത ഏരിയാസ് ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പം റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ എന്നൊക്കെ പറയും, ആ ചോദ്യങ്ങളൊക്കെ നമുക്ക് കടന്ന് ഈസി ആയിട്ട് നല്ലൊരു റാങ്കിലേക്ക് വരാൻ പറ്റും എന്നാണ് എന്റെ അനാലിസിസ്. അപ്പം അത് മാത്രമല്ല തന്നെ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കും ഒരു അഡ്വാൻറ്റേജ് അവിടെ ഉണ്ട്. ഞാൻ അഡ്രസ് ചെയ്യാൻ വിട്ടുപോയി. PSC പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇത് പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഉത്തരം. ഞാൻ എൻ്റെ PSC ഇന്റർവ്യൂവിന് പോയപ്പം ഞാൻ ഒരുപാട് UPSCക്കാരെ കണ്ടു, ഇല്ലാന്നും പറയുന്നില്ല. പക്ഷെ PSC പഠിക്കുമ്പോൾ ഇഷ്ടംപോലെ ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പം PSCയുടെ എനിക്കറിയാം നിലവാരം ഇപ്പൊ കൂടി പല വീഡിയോയിലും പറയാറുണ്ട്. അപ്പോൾ എന്നാലും PSC പഠിക്കുന്നവർക്ക് പറ്റായികയൊന്നുമില്ല. തീർച്ചയായിട്ടും ഈ PSC പഠിക്കുന്നവർ പലരും UPSC റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിയതും തീർച്ചയായിട്ടും. അപ്പം ഇതൊന്നും നമ്മൾ PSC പഠിക്കുന്നു, നമ്മൾ UPSC പഠിക്കുന്നു, നമ്മൾ അത് പഠിക്കുന്നില്ല. നിങ്ങൾ ഈ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്നുള്ള സാധനമുണ്ട്. അയ്യോ എന്നെക്കാളും വലിയവരാണ് എക്സാം എഴുതുന്നത്, എന്നെക്കാളും അത്ര എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അതൊന്നും സത്യം പറഞ്ഞാൽ ഈ ഒരു മേഖലയിൽ അതൊന്നും മാറ്റർ ചെയ്യുന്നില്ല. നമ്മളെ വിശ്വസിക്കുക, ഓക്കെ വരുന്നു, റിസൾട്ടിനെ ഫേസ് ചെയ്യുക, നമ്മളുടെ കുറവുകൾ ഫേസ് ചെയ്യുക, മുന്നോട്ട് പോവുക. ഇത് തന്നെയാണ് ആപ്തവാക്യം ഇതിനുള്ള. തീർച്ചയായിട്ടും. ഓക്കെ. അവിടെ ഈ റിവിഷൻ പ്രോസസ്സ് എങ്ങനെയാണ്? അതായത് നമ്മൾ എന്ത് പഠിച്ചെന്ന് പറഞ്ഞാലും എത്ര പഠിച്ചാലും അത് ഗുണം ചെയ്യില്ല. പിന്നെ ഗുണം ചെയ്യാൻ ഒരു 30% ഗുണം ചെയ്യുള്ളൂ. ബാക്കി ഗുണം ചെയ്യാൻ പോകുന്ന ഒരു 40%-ലോട്ട് ടോട്ടൽ ഒരു 70% എത്തണമെങ്കിൽ റിവിഷൻ വേണം. ബാക്കി ഒരു 30% പ്രാക്ടീസിലൂടെയാണെന്നുള്ളതാണ് എപ്പോഴും ഒരു ക്ലിയർ വരിക. അപ്പോൾ ഈ റിവിഷൻ വർക്ക് എങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്ക് കിട്ടുന്ന ഏരിയാസ് വീണ്ടും റാപ്പിഡായിട്ട് റിവിഷൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പം വീഡിയോ കാണുന്നവർക്ക് പൊളിറ്റിയിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, അവിടെ നിന്ന് ചോദ്യം വരാം, തീർച്ചയായിട്ടും കാലങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഏരിയ അവിടെ നിന്നൊരു ചോദ്യം വന്നാൽ കയ്യിൽ നിന്ന് പോരും. അത് നമ്മളൊരു ടെസ്റ്റ് എഴുതുമ്പോൾ ഇപ്പോൾ ഒരു ഏരിയ മറന്നുപോയി, അപ്പോൾ അത് കെയർഫുൾ ആവും. ഓക്കെ ഇത് സ്ഥിരം ചോദിക്കുന്ന ഏരിയ ആണ്, എനിക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ വേറെ എവിടെയെങ്കിലും ആഫ്രിക്കയിലൊക്കെ ഉള്ള ഒരു സാധനം ചോദിക്കുമ്പോൾ നമുക്കത് കിട്ടിയില്ല, അതൊരു പുതിയ അറിവാണ്, കുഴപ്പമില്ല, അത് എടുത്തു വെക്കാം. നോർമലി കൂടുതൽ ആളുകൾക്ക് കിട്ടാൻ സാധ്യതയില്ല. എല്ലാവർക്കും കിട്ടുന്ന ചോദ്യം, കിട്ടുന്ന ഏരിയാസ് എപ്പോഴും നമ്മളതൊന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ അനലൈസ് ചെയ്യുക. PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇങ്ങനെയൊക്കെയാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഏരിയാസ് കൂടുതൽ റാപ്പിഡായിട്ട് റിവിഷൻ ചെയ്യാറ്. അത് പ്രത്യേകിച്ച് ലാസ്റ്റ് ആ ഒരു എക്സാം എടുക്കുന്ന ഫേസിൽ
റിവിഷൻ പ്രോപ്പറായിട്ട് ചെയ്യാം, ടെസ്റ്റ് എടുക്കുക, ഒന്ന് അനലൈസ് ചെയ്യാം. അത് തന്നെയാണ് കൂടുതലായിട്ടും ചെയ്യാൻ പറ്റും. അപ്പം ഈ റിവിഷൻ പ്രോസസ്സും ടെസ്റ്റും കൂടി കൃത്യമായെങ്കിൽ മാത്രമേ ഒരിക്കലും അല്ലെങ്കിൽ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ ഇപ്പോഴത്തെ ഒരു സമയത്ത് പാടാണെന്നുള്ളത് തന്നെയാണ്. അതിനൊക്കെയാണല്ലോ സാർ നിങ്ങളെ പോലത്തെ സീനിയർ മെന്റേഴ്സും അല്ല അവിടെ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, അതായത് നമ്മളൊരു 50 ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതായത് ഈ GK ടോപ്പിക്സിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ട ടോപ്പിക്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ട്? കാരണം നമ്മൾ ഇത് ഇടുമ്പം ഇത് മാത്രം പഠിച്ചാൽ മതിയോ, അല്ലെങ്കിൽ ഇതാണോ കൂടുതലായിട്ട് പഠിക്കണം, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കുട്ടികൾ. എന്താണ് അഭിപ്രായം? സാർ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഹിറ്റ് ലിസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇപ്പം നമ്മളുടെ ഫ്രണ്ടിൽ ഇപ്പോൾ ഒരു അക്കാഡമി ഇരിക്കുമ്പോൾ ഇത് കമ്പൈൻഡ് എക്സ്പീരിയൻസ് ആണ്. നമ്മളെപ്പോലെ ആദ്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നവരല്ല, ഒരുപാട് പരീക്ഷ ക്ലിയർ ചെയ്ത, ഇതുപോലെ ഇപ്പൊ ഞാനൊരു ഫോർച്യൂണിൽ മെന്ററായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് ഇടാറുണ്ട്. അപ്പൊ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻസ് ഓക്കെ ഇത് നേരത്തെ UPSC ചോയ്സ് ആണ്, അപ്പൊ ഇതിങ്ങനെ ചോദിക്കാം. അപ്പൊ ഈ കമ്പൈൻഡ് എക്സ്പീരിയൻസിൽ നിന്ന് നമുക്കൊരു ഹിറ്റ് ലിസ്റ്റ് തരുമ്പോൾ നമ്മൾ അതിനെ 2 കൈ നീട്ടി സ്വീകരിക്കാം. അപ്പൊ അത് നമുക്ക് അത്രയും നമ്മളുടെ എഫേർട്ട് കുറയ്ക്കുകയാണ്. അപ്പൊ ഓക്കെ ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു ഹെൽപ്പ് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ ബാച്ചുകളിൽ നമ്മൾ ആ മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ഈ 50 ടോപ്പിക്സ് പ്രിലിംസിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ട്, കാരണം നമുക്ക് ഡിഗ്രി പ്രിലിംസ് എന്ന് പറയുന്നത് റാങ്ക് അടിക്കാനുള്ള പരീക്ഷയല്ല, അത് ക്വാളിഫയിങ് ആണ്. അത് മനസ്സിലാക്കി അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യാതെ ചുമ്മാ റാങ്ക് അടിക്കാനായിട്ട് പഠിച്ചുള്ള സിലബസ് മുഴുവൻ വാരി വലിച്ച് കവർ ചെയ്തിട്ട് ഒരു പ്രയോജനം അവസാനം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ലോജിക്ക് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു ലോജിക് ഗെയിമും കൂടിയാണ്. ആ ലോജിക്ക് കൂടി കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് വെരി ഗുഡ് ഓപ്ഷൻ. ഇനി നമുക്ക് നേരെ ഇപ്പം നമ്മൾ പറഞ്ഞു റിവിഷൻ പ്രോസസ്സും പറഞ്ഞു. ഇനി ഈ പഠിക്കുന്ന സമയത്ത്, അതായത് നമ്മൾ ഡെയിലി റുട്ടീനിൽ നമ്മൾ പഠിക്കും, എല്ലാ ദിവസവും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. ഈ പ്രിപ്പറേഷൻ ഡേ എങ്ങനെയാണ്? ഒരു ദിവസം ഏത് രീതിക്കാണ് അഭിനവ് പ്രിപ്പയർ ചെയ്യുന്നത്? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് ഈ മെഷീൻ പോലെ 16 മണിക്കൂറിന് ഡെയിലി പഠിക്കാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ. അത് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് വേണമെങ്കിൽ ചില പലരും പറയും ഇവൻ ഫുൾ പഠിക്കുന്ന ഒരാളാണെന്നൊക്കെ എന്നെ പലരും പറഞ്ഞു. പക്ഷെ അങ്ങനെ ഉള്ള വ്യക്തിയല്ല ഞാൻ. ഞാൻ ചില ദിവസം ഇരിക്കുമ്പോൾ ചില ദിവസം പഠിക്കാറുണ്ട്. 10 hours ഒക്കെ പഠിച്ചതുണ്ട്. UPSC എഴുതുന്ന സമയത്തൊക്കെ അതിലും കൂടുതൽ പഠിച്ച ദിവസങ്ങളുണ്ട്. ചില ദിവസം ഒന്നും പഠിക്കാൻ പറ്റില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പക്ഷെ നിർത്തരുത്. നമുക്കിപ്പോൾ 2 ദിവസം പഠിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ 1 മാസത്തെ ബ്രേക്ക് എടുത്ത് അയ്യോ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ബാക്കിലാക്കി. നമ്മൾ പ്രിപ്പറേഷൻസിൽ എപ്പോഴും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കി. നമുക്ക് എല്ലാം, നമ്മൾ മെഷീനല്ല, മനുഷ്യനാണ്. മനുഷ്യനാവുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ബ്രേക്ക് ഡൗൺസ് വരും. അപ്പം നമ്മൾ ഇനഫ് ബ്രേക്സ് എടുക്കുക, നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കുക. ഇപ്പം എൻ്റെ റൂമിൽ 3 പേരുണ്ട്, രോഹിത്, മനു, അക്ഷയ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ ഇതുപോലെ ഒന്ന് പ്രിപ്പറേഷൻ ഒന്ന് ഡൗൺ ആകുമ്പോൾ ഞങ്ങൾ രാത്രി ബാഡ്മിൻ്റൺ കളിക്കാം. റിക്രിയേഷൻ വേണം, അത് വയ്ക്കുക. പക്ഷെ റിക്രിയേഷൻ്റെ അളവ് അതെപ്പോഴും മനസ്സിൽ വയ്ക്കുക. അപ്പം റിക്രിയേഷനും വേണം, കൂടെ പഠിത്തവും വേണം. അപ്പൊ ഡെയിലി കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പം മേ ബി ഒരു അപ്സ് ആൻഡ് ഡൗൺസ് വന്നു കഴിഞ്ഞാൽ അത് ഫേസ് ചെയ്ത് തിരിച്ച് വീണ്ടും നെക്സ്റ്റ് ഡേ തൊട്ട് വീണ്ടും അത് റിക്കൂപ്പ് ചെയ്യാനുള്ള ശ്രമം നടത്തുക. ഓക്കെ, അവിടെ ഒരു കാര്യം കൂടി ഉള്ളത്, അതായത് നമ്മുടെ ലിമിറ്റേഷൻസിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട, നമുക്ക് ഇന്ന ലിമിറ്റേഷൻ ഉണ്ട്, നമ്മൾ ഇതിനെ കൂടുതലായിട്ട് ട്രിഗർ ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഡൗൺലോഡ് പോവുകയാണ് ചെയ്യാറ്. പകരം ആ ട്രിഗറിംഗ് പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കി അതിനാവശ്യമായ സംഗതി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള സമയങ്ങളിൽ കൃത്യമായിട്ട് പഠിച്ചു പോകാൻ പറ്റും. അതാണെന്ന് തോന്നുന്നു കൃത്യമായിട്ട് അവിടെ അപ്ലൈ ചെയ്തത്. അപ്പം പലരുടെയും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പം പറഞ്ഞതുപോലെ തന്നെ 16 മണിക്കൂർ 15 മണിക്കൂർ പഠിച്ചാലേ ഈ എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം സത്യസന്ധമായി ഇപ്പം പറഞ്ഞു ഒരു 10 മണിക്കൂറൊക്കെ പഠിച്ചു. ആവറേജ് എത്ര മണിക്കൂർ ഒരു ദിവസം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും? ആവറേജ് മൊത്തത്തിൽ ഞാൻ പറയുന്നില്ല, ആവറേജ് ഒരു 6 hours എന്തായാലും തീർച്ചയായിട്ടും അത് തന്നെയാണ് പോയിന്റ്. പറ്റുള്ളൂ, തീർച്ചയായും പറ്റുള്ളൂ. ഞാൻ ഇപ്പോൾ ഡെസ്കിലിരിക്കുന്നത് ചിലപ്പോൾ മേ ബി ഒരു 10 hours ഒക്കെ ഇരിക്കുന്നുണ്ടാവും, ഇരുന്ന് ബുക്കിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവും. നമ്മൾ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ട്രോൾ വീഡിയോ ഒക്കെ ഇരുന്ന് യൂട്യൂബിൽ കാണേണ്ടി വരും, ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടി. അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും വരിക. നമ്മൾ അതിൽ ഡിസ്ട്രാക്റ്റഡ് ആയി ഫുൾ ടൈം അത് കണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. നമ്മൾ തിരിച്ചു വന്നിട്ട് പറ്റുന്ന സാധനങ്ങൾ കാണുക. പിന്നെ തീരെ പറ്റാത്ത ദിവസം യൂട്യൂബിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണും. ഇപ്പൊ മാപ്പിന്റെ ഒക്കെ വീഡിയോ കാണും. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മളെ തന്നെ പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ. അതായത് ഇങ്ങനെയും കൂടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ പ്രിപ്പറേഷൻ ടൈമിൽ നമ്മുടെ സോഷ്യൽ മീഡിയ എല്ലാം നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണം, അതൊന്നും തിരിച്ചു വരാത്ത രീതിയിൽ ഇടണം. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇതെല്ലാം കളയുക. ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ ടൈമിലൊക്കെ, ഞാൻ ഈ സബ് ഇൻസ്പെക്ടർ ക്ലിയർ ചെയ്യുന്ന സമയത്തെല്ലാം ഞാൻ അതിനകത്തിൽ ഒരു കാര്യം മാത്രമേ അവോയ്ഡ് ചെയ്തിട്ടുള്ളൂ, ഇൻസ്റ്റാഗ്രാം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ആ സമയത്തൊന്നും ഒരു 3 വർഷത്തോളം ഉപയോഗിച്ചിട്ടില്ല. അത് എൻ്റെ ഒരു കൺസേൺ ആയിട്ട് വന്നതാണ്. പക്ഷെ പിന്നീട് അതിന്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നി. എന്താണ് അതിനെപ്പറ്റി ഒരു അഭിപ്രായം? സാർ, ഈ എൻ്റെ ഒരു അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെൻസി കാറ്റഗറിയിലുള്ളവര് അവര് സാറിന്റെ കുറച്ചുകൂടെ മുതിർന്ന ആളായിട്ട് ഞാൻ കണക്ക്, പ്രായമുണ്ടെന്നല്ല, കുറച്ചുകൂടെ മുതിർന്ന ആളായിട്ട്. അപ്പൊ ഈ ജെൻസി കാറ്റഗറി ഉള്ളവർക്ക് അവര് സ്ഥിരം കോളേജിലും ഒക്കെ ഉപയോഗിച്ച് വരുന്ന ഒരു സാധനമാണ് സോഷ്യൽ മീഡിയ. അതിന് പോസിറ്റീവ്സ് നെഗറ്റീവ്സ് എന്തായാലും.
അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കാം. പക്ഷേ ഇത് ഫുള്ളി കട്ടൗട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം UPSC റാങ്ക് ലിസ്റ്റ് വന്നവരായിരുന്നാൽ പോലും അങ്ങനെ ചെയ്തു വരുന്നവരുണ്ട്. മൊബൈൽ മറ്റേ കീപാഡ് പോലത്തെ മൊബൈൽ ഉപയോഗിച്ച് പഠിക്കുന്നവരുണ്ട്. അപ്പം ഇഫ് യു ക്യാൻ ഡു ദാറ്റ് ഗുഡ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ്. പക്ഷെ എനിക്ക് മനസ്സിലായി, എനിക്ക് ഇടയ്ക്കൊക്കെ എൻ്റെ ഫോണിൽ എപ്പോഴും ഫേസ്ബുക്ക് കാണും. ഈ ഫേസ്ബുക്ക് ഞാൻ വെറുതെ അല്ല, ഞാനിങ്ങനെ അതിനകത്ത് ന്യൂസ് വരും, ഈ ചുറ്റും നടക്കുന്ന എന്തെന്ന് സാധനം അറിയാൻ പറ്റും. ഇനി ഇടയ്ക്കൊക്കെ ട്രോള് കാണും, കൂടെ പഠിക്കുന്നവരൊക്കെ ആ ഫോട്ടോ ഒക്കെ ഇടും. അപ്പോൾ ചിലരൊക്കെ മെസ്സേജ് എടാ എവിടെ ഉണ്ട്, സുഖമാണോ, മെസ്സേജ് അയക്കും. അപ്പോൾ നല്ല കാര്യം. പിന്നെ ഇൻസ്റ്റാഗ്രാം സാറിൻ്റെ ഒരു പ്രശ്നം എനിക്കുണ്ട്. ഞാൻ ഈ എക്സാം എടുക്കുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാം ചിലപ്പോൾ ഒന്ന് ഡൗൺ ആക്കാറുണ്ട്. കാരണം ഈ റീല് കണ്ട് സ്ക്രോളിംഗ് പരിപാടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകും, നമ്മളറിയില്ല. അപ്പോൾ ഫുള്ളി കട്ടൗട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഒന്ന് ഫോക്കസ്ഡ് ആയിട്ട് യുക്തിക്കനുസരിച്ച് അത് സെറ്റ് ചെയ്യാൻ നമുക്ക് എപ്പോഴും ഒരു ലോജിക് ഉണ്ടാവണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഏത് എക്സാമിന് പഠിച്ചാൽ നമ്മൾ ബ്ലൈൻഡ് ആവരുത്. ഒരു ലോജിക്ക് വെച്ചുകൊണ്ട് ആ ലോജിക്കിനെ റിസൾട്ട് ആക്കി മാറ്റാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യുക. അത് തന്നെയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ശരി, ഓക്കെ. ഈ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നതിന്റെ റൂൾ എങ്ങനെയായിരുന്നു? അതായത് ഒരു 100 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് മോക്ക് എക്സാംസ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാറുണ്ടായിരുന്നോ? ഇനി അതല്ല എങ്കിൽ ഡെയിലി ബേസിസിൽ എക്സാംസ് ചെയ്യുമായിരുന്നോ? എങ്ങനെയായിരുന്നു സാർ? ഇപ്പം ഡെയിലി ചെയ്യല് ഞാൻ ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ ചെയ്യാറുണ്ടായിരുന്നു. ഈ സെക്രട്ടേറിയറ്റിന്റെ അല്ല, മൊത്തത്തിൽ UPSC പ്രിപ്പറേഷന്റെ സമയത്ത് നമ്മൾ ടെസ്റ്റ് സീരീസ് ഒക്കെ അറ്റൻഡ് ചെയ്യും. ടെസ്റ്റ് സീരീസ് പിന്നെ ഓപ്പൺ മോക്സ് വരും. ഓപ്പൺ മോക്സ് അറ്റൻഡ് ചെയ്യും. ഇതിന് സാർ നമുക്ക് വേണ്ടത് ആമ്പിൾ എമൗണ്ട് ഓഫ് പഠിത്തവും ക്വസ്റ്റ്യൻ പ്രാക്ടീസും ആണ്. പിന്നെ ഈ ഓപ്പൺ മോക്സിന് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എക്സാം എൻവയോൺമെന്റ് ക്രിയേറ്റ് ആവുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പോയതൊന്നും എഴുതാം. മേ ബി നമ്മൾ പഠിക്കാത്തതുകൊണ്ടോ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാത്തതുകൊണ്ടൊന്നും ആയിരിക്കില്ല, നമുക്ക് ആ റിയൽ എക്സാം പ്രഷർ താങ്ങാൻ പറ്റാത്തതുകൊണ്ടാവും. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യുക, ഇതൊക്കെ തന്നെയായിരുന്നു കീ ആയിട്ടുള്ളത്. എക്സാംസ് ചെയ്യണം. അതിൽ മടിയൊന്നും വിചാരിക്കരുത്. പലരും ഇതെല്ലാം പഠിച്ചു തീർത്തിട്ട് എക്സാം എടുക്കാന്ന് വിചാരിക്കും. അത് തീരാൻ പോണില്ല. ഇത് മഹാസാഗരം പോലെ കിടക്കുന്ന ടോപ്പിക്സ് ആയിരിക്കും. നിങ്ങൾ ആ ലക്ഷ്മികാന്ത് എന്നൊക്കെ ഒരു പൊളിറ്റിയുടെ ബുക്ക് ഇപ്പൊ PSC ആസ്പിറൻസ് എല്ലാവരും വായിക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ കവർ ടു കവർ ലക്ഷ്മികാന്ത് വായിക്കുന്നതിന് പകരം സെലക്ടഡ് ടോപ്പിക്സ് ലക്ഷ്മികാന്ത് വായിച്ചിട്ട് അതിന്റെ ഒരു 5 ടെസ്റ്റ് ചെയ്താൽ നമുക്ക് ഐഡിയ കിട്ടും. ഓക്കെ, ഹിറ്റ് ടോപ്പിക്സിൽ നമുക്ക് ഇന്ന ക്വസ്റ്റ്യൻസ് കിട്ടുന്നില്ല, സോ അത് വീണ്ടും ചെയ്യാം. അവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ടോപ്പിക്സിനെ കൃത്യമായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറയണം. ആ ടോപ്പിക്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഒരിക്കലും നമുക്ക് അതായത് ഇങ്ങനെ ഒരു തിയറം കൂടിയുണ്ട്, 100% സിലബസ് പൂർത്തിയാക്കിയാൽ റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെടാം. അങ്ങനെ ഒരിക്കലും സാധ്യമല്ല. ഞാൻ പോലും എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു 60% കൂടുതൽ അല്ലെങ്കിൽ ഒരു 70% കൂടുതലും സിലബസിലോട്ടൊന്നും ഞാൻ കവർ ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഒരു 80% വരെയൊക്കെ പറ്റുമായിരിക്കും. അപ്പോഴും ഒരു 20% ഒക്കെ മിസ്സായിട്ടുണ്ടാവും. അല്ലേ? ശരിയല്ലേ? 20% കൂടുതൽ മിസ്സാവും. നമ്മൾ ഒരു ടോട്ടൽ കവറേജിന് ശ്രമിക്കുക. അത് പക്ഷെ നമുക്കിങ്ങനെ ഫിയർ വരരുത്, അയ്യോ ഞാൻ അത് പഠിച്ചിട്ടില്ല. അങ്ങനെയല്ല, നമുക്ക് ഈസി ആയിട്ടുള്ള നമുക്ക് ഒരു കോൺഫിഡൻസ് വരണം. ഈ മെയിൻ ഏരിയാസ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്, ഇനി ക്വസ്റ്റ്യൻ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് അത്രമാത്രം ഫിയർ ലാസ്റ്റ് വരുന്നുണ്ടെങ്കിൽ മാത്രം ലാസ്റ്റ് ഓടിച്ച് വായിക്കാം. മതിയാവും. ടൈമിനെ ആ രീതിക്ക് മാറ്റിയെടുക്കാന്നുള്ളതാണ്, യൂസ് ചെയ്തെടുക്കാന്നുള്ളതാണ് തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ജേർണിയുടെ ഏകദേശം ഒരു പാർട്ടിലോട്ട് നമ്മൾ എക്സാംസിൽ വരെ എത്തി. ഓക്കെ, ഇനി മെയിൻസിലേക്ക് വന്നപ്പോൾ പ്രിലിംസിനെ വ്യത്യാസമായിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു പ്രിലിംസും മെയിൻസും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കാരണം 2 പേപ്പർ എക്സാം മെയിൻസിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചേഞ്ചിൽ എന്തെങ്കിലും ഒരു മാറ്റം പഠനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട് സാർ, ഉണ്ട്. കാരണം ഈ പ്രിലിംസ് സത്യം പറഞ്ഞാൽ UPSC ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു എഴുതി. അത് കഴിഞ്ഞ് ഈ മെയിൻസിലേക്ക് വരുമ്പോൾ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് ആയി. സ്പെഷ്യൽ ടോപ്പിക്സ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇതിനു മുമ്പ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒക്കെ ഞാൻ ആദ്യത്തെ UPSC പരീക്ഷ കൊടുക്കുമ്പോൾ എഴുതിയിട്ടുണ്ട്. അതൊന്നും നോക്കാതെ എഴുതിയതാണ്. അപ്പോൾ എനിക്ക് മെയിൻസ് എഴുതുമ്പോൾ മനസ്സിലായി, സോ ഇത് ആ ഒരു സ്ട്രാറ്റജി ഇവിടെ വർക്കാൻ പോകുന്നില്ല. കാരണം ക്വസ്റ്റ്യൻസ് ആ ലെവലിലാണ് വരുന്നത്. സ്പെഷ്യൽ ടോപ്പിക്സിന് ക്വസ്റ്റ്യൻ വരും, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടെന്നുള്ളത്. അപ്പം ഈ സെക്കൻഡ് പേപ്പറിലേക്ക് വന്നപ്പോൾ ഞാനും എൻ്റെ റൂമിൽ 2 പേരും കൂടെ, രോഹിത്തും മനുവും കൂടെ, മനു എന്ന് പറഞ്ഞ പുള്ളി ഇപ്പം ഇതിൻ്റെ തന്നെ സപ്ലിമെന്ററി റാങ്ക് ലിസ്റ്റിലുണ്ട്. അപ്പം ഞങ്ങൾ ഈ 3 പേരും കൂടെ ഇരുന്നിട്ട് ഈ സ്പെഷ്യൽ ടോപ്പിക്സ് എടുത്തു. കാരണം മറ്റേ ടോപ്പിക്സ് നമുക്കറിയാം, നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടെങ്കിലും ഉണ്ട്, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് പിടിക്കാം. ഈ സ്പെഷ്യൽ ടോപ്പിക്സ് നമ്മൾ ഒരുമിച്ചിരുന്ന് വായിച്ച് തീർത്തതാണ് അതിന്റെ ഏറ്റവും വലിയൊരു വിന്നിംഗ് സ്ട്രാറ്റജി ആയിട്ട് മാറിയത്. നമ്മൾ ഇരുന്നിട്ട്, കാരണം എൻ്റെ ഓപ്ഷണൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ്, ഈ സെക്രട്ടേറിയറ്റിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒരു നല്ല പാർട്ട് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത് എടുത്തു. എന്നിട്ട് ഞങ്ങൾ ഒരു കമ്പൈൻഡ് ആയിട്ട് ഞങ്ങൾ ഇരുന്ന് രാവിലെ തൊട്ട് സ്പെഷ്യൽ ടോപ്പിക്സ് ഓരോരുത്തർ ഡിവൈഡ് ചെയ്തിട്ട് അത് പെട്ടെന്ന് വായിച്ച് തീർക്കും. അത് ഇത് മാക്സിമം ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടി. അപ്പം ആ ഒരു സ്ട്രാറ്റജി മെയിൻസിലേക്ക് വന്നപ്പം ഹെൽപ്പായി. കാരണം ഇപ്പം മാനേജ്മെന്റിന്റെ ടോപ്പിക്സ് പറഞ്ഞത് എൻ്റെ ഫ്രണ്ട് മനു എന്ന് പറഞ്ഞ ഫ്രണ്ടാണ്. അപ്പോൾ അവൻ പറഞ്ഞിരുന്നു, എടാ ഈ ക്വസ്റ്റ്യൻസ് അത് നമ്മൾ സാർ ഫുൾ വായിക്കേണ്ട ആവശ്യമില്ല. അതാണ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമ്മൾ ആ ഒരു PDF കിട്ടുമ്പോൾ PDF എല്ലാം പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്കത് വായിച്ചു വരുമ്പോൾ നമുക്ക് നമ്മുടെ ഇൻട്യൂഷൻ വർക്കാവും. ഒരു 4 പോയിന്റ്സ് പറയാം, അപ്പോൾ നമുക്ക് കത്തും, ഓക്കെ ഇന്ന തിയറിയിൽ 4 പോയിന്റാണുള്ളത്. സോ ഇഫ് ആൻ എക്സാമിനർ ഈസ് മേക്കിംഗ് എ ക്വസ്റ്റ്യൻ, ഒരാളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ 4 പോയിന്റ്സ് ആയിരിക്കും അയാൾ ഒരു OMR പരീക്ഷയ്ക്ക് ഇടുന്നത്. പിക്ക്
അത് നമ്മൾ ആലോചിക്കുക, ഓക്കെ ഈ 4 എണ്ണത്തിൽ അത് കോഡ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ നിമോണിക് ഇടുക. അത് ചിലപ്പോൾ നമ്മൾ കൂട്ടുകാർ തമ്മിലിടുന്ന നിമോണിക്സ് വെളി പറയാൻ പറ്റാത്ത നിമോണിക്സ് ആയിരിക്കും. അപ്പൊ നിമോണിക്സ് ഇട്ട് അത് പഠിക്കുക. അപ്പം എക്സാമിന് ആ ഒരു നമുക്ക് കാണുമ്പോൾ ഓക്കെ ഇത് മറ്റേ കോഡിലുള്ളതാ, ഞങ്ങളത് പഠിച്ചതാ, അത് മാത്രം മതിയാവും. അതായത് ഇത് ഫുൾ തിയറി ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ PG എടുക്കേണ്ട ലെവലിൽ പഠിച്ച് പോകും. സ്പെഷ്യൽ ടോപ്പിക്സ് മാക്സിമം ചെയ്യേണ്ടത് നമുക്ക് ആ എക്സാമിന് റെക്കഗ്നീഷൻ, ആ പാറ്റേൺ റെക്കഗ്നീഷൻ എന്നുള്ളൊരു സ്കില്ല് നമ്മൾ മെറ്റീരിയൽ വായിക്കുമ്പോഴേ ഡെവലപ്പ് ചെയ്യാം. ഇവിടെ 2 കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞതിനകത്തിലുണ്ട്. ഒന്ന് കോഡിന്റെ കേസ് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു എക്സാമിനർ എങ്ങനെ ചിന്തിക്കുന്നു എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കണം. ആ 2 പോയിന്റുകളുണ്ട്. അതിലൊന്ന് എക്സാമിനർ എങ്ങനെ ചിന്തിക്കുന്നു. അതായത് നമ്മൾ ഈ ചോദ്യങ്ങൾ കണ്ടു പോകുമ്പോൾ, അതെന്റെ ഒരു പേഴ്സണൽ എനിക്ക് മനസ്സിലായ ഒരു സംഭവമാണ്. അപ്പോൾ ചോദ്യങ്ങൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു എക്സാമിനർ എങ്ങനെ ചിന്തിക്കുമെന്ന വിഷനിലോട്ട് നമുക്ക് പോകാൻ പറ്റും. അതൊരു ഐഡിയ ആണ്. 2 കോഡുകളാണ്. ഇഷ്ടംപോലെ കോഡുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ പറഞ്ഞതുപോലെ പുറത്ത് പറയാൻ പറ്റാത്ത കുറെ അധികം കോഡുകൾ നമ്മൾ ഉണ്ടാക്കും. അതൊരു തെറ്റൊന്നും അല്ല, കാരണം നല്ല കാര്യമാണ്. നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് റിസൾട്ട് വേണം, നമുക്ക് വിജയിക്കാൻ പറ്റും. അതിനുവേണ്ടി ഏത് കുറിപ്പ് വഴി കൂടെ നമുക്ക് പോകാൻ പറ്റുമോ ആ കുറിപ്പ് വഴി കൂടെ പോകാം. അത് പുറത്ത് പറയാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് മനസ്സിൽ പറഞ്ഞാൽ മതി. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് അങ്ങനെയൊക്കെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ കണക്ട് ചെയ്യാം. നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ളത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഓക്കെ, വെരി ഗുഡ്. ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടി, അതായത് നമ്മളിപ്പം പ്രിപ്പറേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പം ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷനൊക്കെ വരാൻ പോവുകയാണ് അല്ലേ? ഡിഗ്രി പ്രിലിംസിൻ്റെ കമ്പനി ബോർഡിൻ്റെ ഒക്കെ ഡിഗ്രി പ്രിലിംസ് വരാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യേണ്ട ഭാഗം എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളമാണ് അല്ലെ? MEM എന്ന് പറയുന്ന ഭാഗമാണ്. അതായത് 50% കോൺട്രിബ്യൂഷൻ വരുന്ന ഈ 3 ഭാഗങ്ങളിൽ നിന്നാണ്. എങ്ങനെയാണ് MEMന് കോൺസെൻട്രേഷൻ കൊടുത്തത്? എങ്ങനെ പഠിച്ചു? എൻ്റെ വീക്ക് ഏരിയാസ് ഒന്ന് മലയാളമായിരുന്നു. യെസ്. അപ്പോൾ ഞാനത് ടെലഗ്രാമിലൊക്കെ നമുക്ക് കുറേ ഫ്രീ സോഴ്സസ് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനത്തെ സോഴ്സസ് ഫോളോ ചെയ്ത് അതിൽ നിന്ന് മാക്സിമം ഔട്ട്പുട്ട് എടുക്കാൻ ശ്രമിച്ചു. കാരണം എനിക്ക് കുറച്ച് എക്സാം എഴുതി മനസ്സിലായി എൻ്റെ വീക്ക് ഏരിയാസ് തരാം. കാരണം ഞാൻ പഠിച്ചത് ബാക്ക്ഗ്രൗണ്ട് മറ്റേതായതുകൊണ്ട്. പക്ഷെ അവിടെ ഞാൻ പിന്നെ കോളേജിൽ ഞാൻ മലയാളം ഒന്നും പഠിച്ചിട്ടില്ല. അപ്പം എനിക്ക് മലയാളം വീക്കാണെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് മലയാളത്തിൽ മാക്സിമം സ്കോർ ചെയ്യുക. ഇപ്പം മലയാളത്തിലെ വീഡിയോസ് കാണുക, ടെലഗ്രാമിലെ സോഴ്സസ് ഫോളോ ചെയ്യുക. അപ്പം അങ്ങനത്തെ സാധനം മാക്സിമം ഫോളോ ചെയ്തു എന്നുള്ളതാണ് ഞാൻ ചെയ്തത്. പിന്നെ മാത്സ് ഡെയിലി പറ്റുമെങ്കിൽ മാത്സ് പാടായിട്ടുള്ളത്. അപ്പം എനിക്കൊരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ആണ്, എനിക്ക് ഭയങ്കര എളുപ്പമൊന്നല്ല ഞാൻ പറയണം. എനിക്ക് പാടായിട്ടുള്ള മാത്സ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ മേ ബി ആർട്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഇപ്പം എൻ്റെ സ്റ്റുഡൻസിൽ നിന്നായിരുന്നപ്പോൾ ഞാൻ മെന്റർഷിപ്പ് കൊടുക്കുന്ന പിള്ളേരെന്ന പോലെ പലരും വരാറുണ്ട്. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ വർക്കൗട്ട് ആയി എന്നൊന്നും എനിക്ക് സ്ട്രാറ്റജി ഡെയിലി ഒരു 5 ക്വസ്റ്റ്യൻസ് എങ്കിലും വെച്ച് നിങ്ങൾ ചെയ്യാനുള്ളൊരു സമയം. അത് ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ട് ബ്രേക്ക് എടുക്കാനുണ്ട്. നിങ്ങൾ ബ്രേക്ക് എടുക്കാൻ തോന്നുന്നതിന് ജസ്റ്റ് ഒരു മുന്നേ തന്നെ ഒരു 5 ക്വസ്റ്റ്യൻസ് എടുക്കുക, ചെയ്തു നോക്കുക. അപ്പം ഡെയിലി പ്രാക്ടീസ് ഒക്കെ നമ്മളെ ഇതിലോട്ട് നമ്മളെ എത്തിക്കും, നല്ലൊരു മാർക്കിലേക്ക് എത്തിക്കാൻ പറ്റും. ഈ ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിന് ആ സ്ട്രാറ്റജി തന്നെയാണ് ബെറ്റർ. അതായത് ഒന്ന് പഠിക്കുക, കോൺസെപ്റ്റ് പഠിക്കുക, അതിനുശേഷം ഡെയിലി പ്രാക്ടീസ് ചെയ്തു നോക്കുക എന്നുള്ളത്. യെസ്, ഓക്കെ, വെരി ഗുഡ്. എത്രത്തോളം ഫാമിലി സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു? കാരണം എനിക്ക് തോന്നുന്നു ഒരു സ്റ്റുഡൻറ്റ്, ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല. എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു, ഞാൻ ആ ജോലി റിസൈൻ ചെയ്തിട്ടാണ് പ്രിപ്പറേഷൻ തുടങ്ങിയത്. ഞാൻ ആ സമയത്ത് വീട്ടിൽ പറഞ്ഞിട്ട് പോലും ഇല്ല. അപ്പം ഫാമിലിയുടെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എങ്ങനെയായിരുന്നു ഫാമിലി സപ്പോർട്ട്? എൻ്റെ അച്ഛൻ ഇപ്പം SI ആണ്, ക്രൈം ബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റ് 1 SI ആണ്. അപ്പോൾ അച്ഛൻ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അമ്മയും, അമ്മ കോപ്പറേറ്റീവ് ബാങ്കിൽ എംപ്ലോയി ആണ്. അപ്പോൾ ഇവർ രണ്ടും തന്ന എനിക്കൊരു വാക്ക്, ഞാൻ പ്രിവിലേജ് ആണെന്ന് പറയാനുള്ള കാര്യം ഇതാണ്. എൻ്റെ പ്രിവിലേജ് എൻ്റെ ഫാമിലിയാണ്. അപ്പോൾ നീ പഠിച്ചോ, നിന്റെ ഇഷ്ടത്തിന് പുറകെ നീ പൊക്കോ, നീ പേടിക്കൊന്നും വേണ്ട. എൻ്റെ അടുത്ത് ഇങ്ങനെ വളരെ ലോക്കലായിട്ടുള്ള ഇപ്പം ട്രിവാൻഡ്രത്തൊക്കെ പറയുന്നുണ്ട്, നീ ഒപ്പം ഒന്നും ഉണ്ടായിക്കൊണ്ട് വരണ്ട, നമുക്ക് ജീവിക്കാനുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അതെനിക്ക് കിട്ടിയ വലിയൊരു പ്രിവിലേജാണ്. അതില്ലാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം എനിക്ക് അവരുടെ വിഷമങ്ങൾ മനസ്സിലാവും. അപ്പോൾ അത് ആ ഒരു ഫാക്ടർ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാനിപ്പം ഒന്നും ചെയ്തിട്ട് വേണ്ട, ഉടനെ തന്നെ എനിക്കിപ്പം പെട്ടെന്നൊരു ജോലി ഒപ്പിക്കേണ്ട എന്നുള്ളൊരു ടെൻഷൻ അവരെനിക്ക് തന്നിട്ടില്ല. അവർ നീ പഠിച്ചാൽ മതി. എൻ്റെ അനിയനായിരുന്ന പോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്നെ വിളിക്കാറുണ്ട്, വിളിച്ചിട്ട് ആ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ അവനിപ്പോൾ സെക്കൻഡ് ഇയർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഈ ഫാമിലി എന്നുള്ള സപ്പോർട്ട് ഭയങ്കര വലുതാണ്. എൻ്റെ അമ്മൂമ്മയായിരുന്നാൽ പോലും, ഞങ്ങൾ 5 പേരാണ് ഫാമിലി. അപ്പോൾ അമ്മൂമ്മയായിരുന്നാൽ പോലും എൻ്റെ ചേട്ടന്മാർ, ചേച്ചിമാർ, കസിൻ പറയാനാണെങ്കിൽ ഒരുപാട് പേരുടെ പേര് പറയേണ്ടി വരും. അപ്പം എല്ലാവരും എൻ്റെ അടുത്ത് ഞാനിപ്പോൾ ഓരോ തോൽവി കഴിഞ്ഞ് വരുമ്പോഴും കുഴപ്പമില്ലടാന്ന് പറയുന്നപ്പുറം നമുക്കൊരു ആശ്വാസമാണ്. ഇവരൊക്കെ ഉണ്ടല്ലോ നമുക്ക്, നമ്മുടെ പുറകിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനെന്നുള്ളത്. മുന്നോട്ടൊന്ന് ഓടാനുള്ളൊരു എനർജി അവിടെ തീർച്ചയായും കിട്ടും. അതായത് ഇവിടെ കൊണ്ട് നമുക്ക് പലപ്പോഴും തോന്നുന്നൊരു സംഭവം, അയ്യോ തോറ്റു, ഇനി ഇതും കൊണ്ട് എങ്ങനെ വീട്ടിലോട്ട് ചെല്ലുന്നത്, അല്ലെങ്കിൽ വീട്ടുകാരെ എങ്ങനെ ഫേസ് ചെയ്യുന്നത്, ഇനി കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ടാകും എന്നൊക്കെ തോന്നും. പക്ഷെ അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാൻ അവരുടെ സപ്പോർട്ടാണ് നമ്മളെ നയിക്കുന്നത്. എൻ്റെ വല്യമ്മ ഇന്ത്യൻ ആർമിയിൽ കേണലാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ എയർഫോഴ്സിന്റെ സമയത്ത് ഒക്കെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ വല്യമ്മയുടെ അടുത്താണ് നിന്നത്. അപ്പം ഈ തോൽവിക്ക് ശേഷം എനിക്ക് തിരിച്ചു വന്ന് എനിക്കിത് പഠിക്കാനുള്ള ഒരു ഊർജ്ജമില്ലായിരുന്നു. അപ്പോൾ വല്യമ്മയൊക്കെ എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. എടാ കുഴപ്പമൊന്നുമില്ല, ഒരു അവസരം അടഞ്ഞാൽ വീണ്ടും അടുത്ത് വല്യമ്മ ഇത്രയും എക്സ്പീരിയൻസ്, ഇത്രയും കേണലായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്.
വളരെ കുഞ്ഞേജ് കയറി ഇപ്പോൾ കേണലായിട്ട് സർവ് ചെയ്യണം ബാക്ക് ഡോഗ്രിയിൽ. അപ്പം എല്ലിമ്മയൊക്കെ പറഞ്ഞത് എടാ എൻ്റെ എക്സ്പീരിയൻസ് ചെയ്ത് ഞാൻ പറയുകയാണ്, എന്തൊക്കെ പ്രശ്നം വന്നാലും നിനക്ക് നിന്റെ ഉള്ളിൽ അതുണ്ട്, നീ തോക്കാനൊന്നും പോണില്ല, നിനക്ക് ഇതൊക്കെ ടെമ്പററി ആണ്. അപ്പൊ ഞാനത് എപ്പോഴും വിചാരിക്കും, ഒന്ന് തോറ്റിട്ട് വരുമ്പോൾ ഇതൊക്കെ ടെമ്പററി ആണ്, നാളെ എൻ്റെ ദിവസമായിരിക്കും എന്ന് വെച്ച് മുന്നോട്ട് പോവുക. അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു, അതായത് ഇപ്പം നമ്മൾ ഈ കൺസിസ്റ്റൻസി മേക്ക് ചെയ്ത് റിസൾട്ടിലോട്ട് എത്തുന്ന ഒരു പാത്തുണ്ടല്ലോ. നമ്മൾ ഈ പോയിന്റ് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഒരു ഫെയിലിയർ കഴിഞ്ഞു, നമ്മൾ ഒന്ന് ബെറ്റർ ആയി വീണ്ടും അടുത്തതിന് ട്രൈ ചെയ്തു, ഓക്കെ അടുത്തത് ഫെയിലായി, വീണ്ടും നമ്മൾ അടുത്തതിന് ട്രൈ ചെയ്യണം. അപ്പോൾ ഈ ട്രൈ ചെയ്ത് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് ഈ സമയം വെറുതെ പോവല്ലേ, ഞാൻ ഈ സമയം കളയണോ, എൻ്റെ കരിയർ പോവല്ലേ, അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യേണ്ട സമയമല്ലേ, എനിക്കൊരു പ്രൈവറ്റിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലല്ലേ വേറൊരിലോട്ട് പോകാൻ പറ്റും, ഇങ്ങനെയുള്ള ചിന്തകൾ കണ്ടിന്യൂസ് ആയിട്ട് കയറി. ഓക്കെ, ചിലപ്പം റിസൾട്ട് കിട്ടേണ്ട തൊട്ട് വക്കിലായിരിക്കും നിൽക്കുന്നത്, അടുത്തൊരു എക്സാമിന് നമ്മൾ ക്ലിയർ ആയി കയറി പോകും, പക്ഷെ അതിന് തൊട്ട് മുന്നിൽ നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതലും ഈ പറയുന്ന കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത്. അങ്ങനെ അനുഭവം ഉണ്ടോ, എങ്ങനെ ടാക്കിൾ ചെയ്യും? സാർ, ഈ അനുഭവം എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ പഠിച്ചിറങ്ങുന്ന സമയത്ത് എനിക്കിത് ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആ മെയിൻസിന് ഒരു 30 മാർക്കിന് കിട്ടിയില്ല, ഇന്റർവ്യൂവിന് പോകാൻ പറ്റിയില്ല, അപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അടുത്ത എൻ്റെ എയർഫോഴ്സിൻ്റെ ഇത് പറയുമ്പോഴും എനിക്കത്, ഞാൻ എക്സാം ക്ലിയറായി, എനിക്ക് റാങ്ക് ലിസ്റ്റിൽ വന്നു, ഇന്റർവ്യൂ ക്ലിയറായി, എല്ലാം റെക്കമെൻഡഡ് എന്ന് പറയും ഈ ഇന്റർവ്യൂ ക്ലിയർ ആവുന്നവരെ. അത് കഴിഞ്ഞ് നിൽക്കുമ്പോൾ മെഡിക്കലി ഒരു പ്രശ്നത്തിൽ അത് ഞാൻ ചെയ്യാത്ത, എൻ്റെ കയ്യിലല്ല അത്, ജസ്റ്റ് ലക്ക്. അപ്പം ഫെയ്റ്റ് ആണ്, ഫെയ്റ്റ്, ലക്കിന് വരെ ഫെയ്റ്റ്, നിങ്ങൾക്കിതില്ല എന്നിട്ട് ഞാനിങ്ങനെ പോയി സ്റ്റക്കായി നിന്നിട്ടുണ്ട്. അപ്പോഴും മനസ്സിൽ വിചാരിക്കേണ്ടത്, നമുക്ക് ഇതൊക്കെ വരുന്നത് മുന്നോട്ട് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഇപ്പൊ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഒരു 172 റാങ്കിൽ എത്തിയതും ഇതും ഒരു ഫൈനൽ സ്റ്റെപ്പ് അല്ല, മുന്നോട്ട് പോകാം, നമുക്ക് ഫ്യൂൽ ചെയ്ത് മുന്നോട്ട് പോകാം എന്ന് കണ്ട് ഇതെപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. ഒരിക്കലും ഒരു പരീക്ഷയും, ഇപ്പം ഒരു ആസ്പിറന്റ് കമ്മ്യൂണിറ്റി നമുക്കറിയാം, ഇവര് ഭയങ്കര രീതിയിൽ സ്ട്രെസ്ഡായിട്ട് പഠിക്കുന്നവരുണ്ട്, കഷ്ടപ്പെട്ട് പഠിക്കുന്നവരുണ്ട്. എപ്പോഴും മനസ്സിൽ വിചാരിക്കേണ്ട, അത് അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഇപ്പം ഭയങ്കര മെന്റലി തന്നെ ഡൗൺ ആവുന്ന കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ ഡിപ്രഷനിലേക്ക് പോകുന്നത്. എപ്പോഴും വിചാരിക്കേണ്ടത്, ഒരു പരീക്ഷയും നമ്മളെക്കാളും വലുതല്ല, നമ്മളാണ് വലുത്. നമ്മളെ മെന്റൽ പീസും, നമ്മൾ ഇത്രയും കാലം നമ്മൾ സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇനി മുന്നോട്ട് പോകേണ്ട നമ്മളിൽ കാണും. സോ അത് പലർക്കും പല രീതിയിലായിരിക്കും. ചിലർക്ക് അത് ഫസ്റ്റ് ട്രയലിൽ തന്നെ കിട്ടും, അങ്ങനെയുള്ളൊരു കിട്ടി പോട്ടെ, നല്ലതാണ്. ചിലർക്ക് അത് അവസാനത്തെ അറ്റംപ്റ്റിലായിരിക്കും കിട്ടുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം വരും, അത് ഉറപ്പാണ്, വരാതെ ഒന്നും ഇരിക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സമയം വരും, നിങ്ങളുടെ കഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കഷ്ടപ്പാട് അതിനുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. നമ്മൾ സാർ എപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇതെല്ലാം മനുഷ്യന്മാർ തന്നെയാണ്, യന്ത്രങ്ങളൊന്നും വന്ന് പരീക്ഷ ഒന്നും എഴുതുന്നില്ല, അല്ലെ? എക്സാം കൂടെ എഴുതുന്നവരെല്ലാം മനുഷ്യന്മാരാണ്. അപ്പൊ അവന് പറ്റുമെങ്കിൽ എനിക്കും പറ്റും. അപ്പം നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യുന്ന വേക്കായിരിക്കും പ്രശ്നം, നമ്മൾ മുന്നോട്ട് പോകുന്ന പാത്തിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. നമ്മുടെ പ്രശ്നം ആദ്യം ഫൈൻഡ് ചെയ്യാം. അതായത് നമ്മളിപ്പോഴും പറയും, നമ്മൾ പഠിച്ചോണ്ടിരിക്കും, ഓക്കെ ആണോ, ഞാൻ ഓക്കെ ആണ്, ബട്ട് ഓക്കെ അല്ല, അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്, അത് അംഗീകരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അത് അംഗീകരിക്കാൻ പലർക്കും മടിയാണ്. അത് അംഗീകരിച്ചു പോയാലാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരു ചിലർക്കൊന്നും ഒരു സൊസൈറ്റിയിൽ സപ്പോർട്ട് ഒന്നും കിട്ടാറില്ല. പലരും മറ്റേ ഞാൻ പടം കണ്ടിട്ടുണ്ട്, ചില കരയുന്ന മുഖത്തിന്റെ ഫ്രണ്ടിൽ ഒരു ചിരിച്ച ഫേസ് വെച്ചിട്ട് ഉള്ളത്, പലരും അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ നിങ്ങളെ തന്നെ ഹാപ്പി ആയി, നിങ്ങൾ ഫൈൻഡ് യുവർ ഹാപ്പിനെസ് എന്നൊക്കെ പറയും. ഇതൊക്കെ പലരും ഇങ്ങനെ കേൾക്കുന്നവരൊക്കെ വിചാരിക്കും ഇതൊക്കെ മോട്ടിവേഷൻ പറയാൻ എളുപ്പമാണ്, പ്രാക്ടിക്കൽ ആക്കാനാണ് പാട്. സത്യമാണ്, ഭയങ്കര പാടാണ്. ഈ കാര്യങ്ങൾ നമ്മൾ റിയൽ ആയിട്ട് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അത് ഫേസ് ചെയ്ത് തിരിച്ചു വരാൻ ഭയങ്കര പാടാണ്. എനിക്ക് വളരെ പരിമിതമായിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്ക് ഈ മേഖലയിലുള്ളൂ. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കി ഇൻസൈറ്റ് വെച്ചിട്ട് നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ തന്നെ കണ്ടെത്തി മുന്നോട്ട് പോവുക, നമ്മൾ ഫീൽ ചെയ്ത് മുന്നോട്ട് പോവുക. എനിക്ക് നല്ലൊരു ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ട്. ഇപ്പം എൻ്റെ റീഡിംഗ് റൂമിലുള്ള ആൾക്കാരുണ്ട്, എൻ്റെ റൂമിലുള്ള ആൾക്കാരുണ്ട്. അപ്പം ഇവരൊക്കെ പറയും, എടാ നിന്നെ കൊണ്ട് പറ്റും. അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു ഊർജ്ജം എന്ന് പറയുന്നത്, മുന്നോട്ട് പോവുക എന്നുള്ളത്. ശരി, ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ വന്നു. ശരി, നമുക്ക് നമ്മുടെ സൂപ്പർ നോട്ട്സുമായിട്ടുള്ള എക്സ്പീരിയൻസ് ഇങ്ങനെ ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ മുന്നോട്ടുള്ള ജേർണി വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് സൂപ്പർ നോട്ട്സ് എങ്ങനെ ഹെൽപ്പ് ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഏതൊക്കെ തരത്തിലായിരുന്നു? ഞാൻ മെയിൻസിന് ശേഷം ഞാൻ ഇന്റർവ്യൂ പാനലിൽ പോകുന്ന സമയത്താണ് ഞാൻ സൂപ്പർ നോട്ട്സിന്റെ ഇന്റർവ്യൂവിനെ പറ്റി അറിയുന്നത്. ആ സമയത്ത് ഞാൻ എൻ്റെ ആദ്യത്തെ PSC ഇന്റർവ്യൂ ആണ്. ഞാൻ ഇതുവരെ PSCയുടെ ഇന്റർവ്യൂവിന് പോയിട്ടില്ല. അപ്പോൾ ഞാൻ കേട്ടത് വെച്ചിട്ട് PSC ഇന്റർവ്യൂ ഭയങ്കര ഫാക്ച്വലായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന ബോർഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചർച്ച കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ ഇന്റർവ്യൂവിനൊക്കെ മുമ്പ് പോയിട്ട് വേറെ പല ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടെങ്കിലും PSC ഇന്റർവ്യൂവിന് പോയിട്ടില്ല. അപ്പം എൻ്റെ മനസ്സിൽ ഇതാണ്, ഇപ്പൊ ഇവർ ചെന്നിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും പുഴയൊക്കെ പെട്ടി ചോദിച്ചാൽ എനിക്കത് പറയാൻ അറിയില്ലല്ലോ എന്നൊക്കെ പല ഇൻസെക്യൂരിറ്റീസ് നമുക്ക് ഉണ്ടാവും. പിന്നെ ഞാൻ പഠിച്ചത് UPSC ആണ്, എനിക്ക് കേരള PSC കണ്ടന്റ് കുറവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു മോക്ക് എടുക്കണം. അപ്പോൾ അങ്ങനെയാണ് സൂപ്പർ നോട്ട്സിന്റെ ഇന്റർവ്യൂ വരുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും അതിന് രജിസ്റ്റർ ചെയ്തു വന്നപ്പം
സാറാണ് ജോബിൻ സാറാണ് എന്റെ ഇന്റർവ്യൂ എടുത്തത്. സാറും ഒരു സെക്രട്ടേറിയറ്റിൽ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ, ടു മെമ്പർ ജോസ് സാറായിരുന്നു. ഇത് നിങ്ങൾ രണ്ടുപേരും കൂടി എൻ്റെ അടുത്ത് എൻ്റെ ഫുൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ചോദ്യം, PSC ഇന്റർവ്യൂ ഒരു 10 മിനിറ്റ് ഒക്കെ എനിക്ക് ഒറിജിനൽ ഇന്റർവ്യൂ ലാസ്റ്റ് ചെയ്തുള്ളൂ. പക്ഷേ ഇവിടെ എനിക്ക് കൂടുതൽ സമയം എൻ്റെ ബയോഡേറ്റ എടുത്തിട്ട് എൻ്റെ ഓരോ അച്ചീവ്മെന്റ്സ്, എൻ്റെ ഹോബീസ് എങ്ങനെയാണ്, ഇൻട്രസ്റ്റ് എങ്ങനെയാണ്, പല രീതിയിലുള്ള ചോദ്യം, സെക്രട്ടറി ടെസ്റ്റ് ജോലിയെ പറ്റിയുള്ള ചോദ്യം, എൻ്റെ അഭിരുചിയെ പറ്റിയുള്ള ചോദ്യം, ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് സാർ എനിക്ക് തന്ന ഫീഡ്ബാക്ക്, അഭിനയം നീ ഓക്കെയാണ്, നീ ഓക്കെ ആണടാ, നീ ടെൻഷനൊന്നും വേണ്ട, നീ പോയി പെർഫോം ചെയ്താൽ മതി. ഞാൻ മനസ്സിലാക്കുന്നത് ലാസ്റ്റ് നമുക്കൊരു ഇന്റർവ്യൂ ഫേസിൽ വേണ്ടത് ഇതാണ്. കണ്ടന്റ് നമുക്ക് ആ സമയത്ത് പഠിക്കാനൊന്നുമില്ല. നമ്മൾ എന്ത് പഠിക്കാനാണ് പഠിക്കേണ്ടതും എഴുതേണ്ടതൊക്കെ നിങ്ങൾ ഒരു എക്സാമിൽ ക്ലിയർ ചെയ്ത് അത് കാണിച്ചു. അവിടെ ചെക്ക് ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയാണ്, നിങ്ങൾ എങ്ങനത്തെ ആളാണ്, നിങ്ങൾ ചോദിക്കുന്ന ഉത്തരത്തിനുള്ള ആൻസർ എങ്ങനെ കൊടുക്കുന്ന ആളാണ് എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ലാസ്റ്റ് മിനിറ്റിലുള്ള ഒരു കോൺഫിഡൻസ്, ഒരു ബൂസ്റ്റർ, ഒരു പുഷ് എന്നുള്ളത് എനിക്ക് സൂപ്പർ നോട്ട്സിൽ നിന്ന് കിട്ടി. തീർച്ചയായും വളരെ താങ്ക് യു അതിന്. ഇപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞതുപോലെ ഡിഗ്രി പ്രിലിംസിൻ്റെ എക്സാമിനേഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ ലാസ്റ്റ് ഒരു മൊമെൻ്റ് ആയിട്ട് ഇനിയും ഒരു ഡിഗ്രി ലെവൽ എക്സാം ആയിക്കോട്ടെ, ഇപ്പം PSC എക്സാം ഏതും ആയിക്കോട്ടെ, എഴുതുന്ന കുട്ടികളോട് എക്സ്പീരിയൻസിൽ നിന്ന് എന്താണ് പറയേണ്ടത്? അതായത് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ അവർക്ക് ഒരുപാട് ഹെൽപ്പായിരിക്കും. നിങ്ങൾ മസ്റ്റായിട്ടും മനസ്സിൽ വെച്ചിരിക്കേണ്ട ഈ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ മനസ്സിൽ വെച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും നിങ്ങൾ ഒരിക്കലും മനസ്സിൽ വെക്കരുതാത്ത കുറച്ച് കാര്യങ്ങളും അത് ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കൊടുത്താൽ ബെറ്റർ ആയിരിക്കും. ഓക്കെ, ഞാൻ മനസ്സിലാക്കിയത് നമുക്ക് ഡിഗ്രി ലെവൽ ഒരു പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ കോമ്പറ്റീഷൻ ഉണ്ടാവും. ഒരിക്കലും ഈ കോമ്പറ്റീഷൻ ഇത്രയും വലുതാണ് എന്ന് ആലോചിച്ച് നിങ്ങൾ ആ സ്ട്രെസ്സിൽ വീഴാതിരിക്കുക. ആരൊക്കെ കോമ്പീറ്റ് ചെയ്താലും നിങ്ങൾക്ക് വേണ്ടെന്നുള്ളത് ഞാൻ കേട്ടത് സാധനമാണ്, നിങ്ങൾക്ക് വേണ്ട ഒരു സീറ്റാണ്. യെസ്, റൈറ്റ്, ഒരു സീറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു സീറ്റ് മതി. അപ്പം നിങ്ങൾ കോമ്പറ്റീഷൻ ഉണ്ട്, നമ്മൾ റിയൽ ഫാക്ചറുള്ള കാര്യങ്ങൾ എടുക്കുക. പക്ഷേ ഇതിന് നമ്മൾ ഈ സ്ട്രെസ്സിലങ്ങ് നമ്മൾ താഴ്ന്നു പോരും എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ നമുക്ക് എന്തെങ്കിലും നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മാർക്ക് കുറഞ്ഞു പോയി, അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. നമുക്ക് അത് ഓക്കെ, ആ ഏരിയ അറിയില്ല, അല്ലാതെ എനിക്കിതിനുള്ള കഴിവില്ല, എനിക്കിതൊന്നും പഠിച്ചു തീരാനുള്ള കഴിവ്. ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്, എന്നെക്കാളും ഒക്കെ ടാലൻറ്റഡ് ആയിട്ടുള്ള, ഇതിന് മുമ്പും ഉണ്ട് ശേഷവും ഉണ്ട്, ലിസ്റ്റിലൊക്കെ ഉള്ളവരുണ്ട്. അപ്പം ഇവരൊക്കെ അയ്യോ എനിക്കിത് പറ്റില്ല, കയറാൻ പറ്റില്ല, പഠിച്ചു തീരില്ല, അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. കാരണം ഇതൊരു ബുദ്ധിരാക്ഷസന്മാരുടെ പരീക്ഷയാണെന്ന് തോന്നില്ല. എങ്കിൽ എനിക്ക് 172 റാങ്കൊന്നും കിട്ടില്ല. അപ്പോൾ നമുക്ക് ആമ്പിൾ കണ്ടന്റ് പഠിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്, സമയമുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യം, പരീക്ഷയ്ക്ക് മുമ്പിലുള്ള നിങ്ങളുടെ കോൺഫിഡൻസ് കറക്റ്റായിട്ട് വയ്ക്കുക, പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ലാസ്റ്റ് ഒരു മന്തൊക്കെ വരുമ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾ റിസൾട്ടിൽ ഫോക്കസ് ആവാതിരിക്കുക. MS ധോണി പറഞ്ഞതാണ്, നിങ്ങൾ എന്താണ് അൺകൺട്രോളബിൾ ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ ചിന്തിച്ച് അയ്യോ ഇത് പോവും, എനിക്ക് എക്സാമിന് ചെയ്യാൻ പറ്റും, അതൊക്കെ അങ്ങ് വിടുക, അതെല്ലാം വിട്ടേക്കുക. ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് വന്നിരിക്കുക, പഠിക്കുക, പോർഷൻസ് മാക്സിമം കവർ ചെയ്യുക, സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ അഡ്വൈസ് തേടുക. ഇപ്പം ഞാനൊരു മെൻറ്ററായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയുന്നതൊന്നുമല്ല, നമുക്ക് ചിലപ്പോൾ അതായിരിക്കാം നമ്മളെ ഗൈഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. എനിക്കും അങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫോർച്യൂണിൽ അച്യുത് സാർ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് സാറിനെ സംസാരിക്കാറുണ്ട്, സാർ ഇപ്പോൾ ഇതെന്താണ് ചെയ്യേണ്ടത്. അപ്പം സാറ് വളരെ വലിയ കുറേ എനിക്ക് ഇങ്ങനെ ക്ലാസ്സിന് എടുക്കും. സാർ ഇങ്ങനെ പറയും, എടാ നീ ഇങ്ങനെ ചെയ്താൽ മതി. മേ ബി ആ ഒരൊറ്റ വാക്കായിരിക്കാം നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. സോ ഈ ഡിഗ്രി ലെവൽ പ്രിലിംസ് ഈ വീഡിയോ കാണുന്ന സൂപ്പർ നോട്ട്സ് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ക്ലിയർ ആവാൻ പറ്റട്ടെ. എല്ലാവർക്കും നിങ്ങളെ കൊണ്ട് പറ്റും. നല്ല റാങ്കിലോട്ട് എല്ലാവരും എത്തട്ടെ. ഓക്കെ, അപ്പോൾ അത്രയും തന്നെയാണ് കൺക്ലൂഷൻ. കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് വീണു പോകുന്നു എന്ന് തോന്നിയ ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. നമ്മളിപ്പോൾ അവസാനിപ്പിച്ചാൽ ഒരുപക്ഷെ തൊട്ടടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് ഒരു വലിയ വിജയം നമ്മൾ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാം, ഒന്നുകൂടെ ഒന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റട്ടെ. അത് തന്നെയാണ് ഈ ഒരു ഇന്റർവ്യൂവിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേരുകയാണ് സൂപ്പർ നോട്ട്സിന്റെ ഭാഗത്തുനിന്ന്. നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. താങ്ക് യു സോ മച്ച്.